ചാടുന്നേ അമ്മന് കാണിച്ചു തരാവോ? എടി ഇത് നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചാടാൻ നോക്കിയിട്ട് കഴുത്തിലൊടക്കി ഞാൻ താഴെ വീണ്. എനിക്ക് കഴുത്തോണ്ടല്ലോ ചാടുന്ന, കാലുകൊണ്ടല്ലേ. നീ ഒത്തിരി കഥാപ്രസംഗം പറയാതെ ഞാൻ പറഞ്ഞ കേട്ടാ മതി. ഓ ഒരു ദേഷ്യക്കാരി. അമ്മേ ഈ ഫോൺ എന്തരാവോ കാണാൻ? ഫോൺ ഒന്നും കാണണ്ട, മോള് പോയി പഠിക്കാൻ നോക്കും. അമ്മ ഒന്ന് താമര 5 മിനിറ്റ്. ഞാൻ ഇപ്പൊ അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട്. വേണ്ട എന്റെ ദൈവം നിനക്ക് എന്നാടി? നീ എന്തിനാ കൊച്ചിനായിട്ട് തല്ലാൻ കുടിക്കുന്നത്? അമ്മ കണ്ടില്ലേ അവളെ തല്ലിട്ട് പോയത്? എന്നാ വേദന എന്നറിയാവോ? മഴയെന്ന് പറഞ്ഞ് പിള്ളേർക്ക് അവധിയും കൊടുക്കും. കളക്ടർ ഒരു മനുഷ്യജീവിയല്ലേ? പിള്ളേരൊക്കെ ഫേസ്ബുക്കിൽ വന്നിട്ട് അവധിതാന്ന് പറയുമ്പോഴത്തേനും ഇവനെ എങ്ങനെ കൊടുക്കാതിരിക്കും? ആഴ്ചയിൽ 7 ദിവസം പഠിത്തം വേണം നമ്മുടെ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്. അന്നേരം ആ മഴയുടെ ഒരു അവധി. നീ വൈകുന്നേരം വരെ ആ ഗേറ്റ് തൂങ്ങി അവിടെ നിക്കത്തില്ലല്ലോ, കേറൂല്ലോ ഇങ്ങോട്ട്. അപ്പൊ കണ്ടോളാം. ഒന്നും മിണ്ടാതിരിക്കടി. നിന്റെ മേത്ത് വല്ല വാതയുണ്ടോ? നീ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നു. ഈ വീട്ടിൽ ജീവിക്കുന്നവർക്ക് ബാധ കേറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്നാ നീ കൂടെ ഒഴിപ്പിക്കടി. ഒരുത്തിയുടെ ബാധ ഇന്നലെ കൊണ്ടുവന്ന് ഒഴിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അമ്മ ആരുടെ കാര്യം ഈ പറയുന്നേ? എടി മാളുവിന്റെ അല്ലെ, അവരുടെ പള്ളി ധ്യാനായിരുന്നു. അവക്കെന്തോ അത്ഭുതം സംഭവിച്ചെന്നോ ബാധ ഒഴിഞ്ഞു പോയെന്നൊക്കെ പറയുന്നുണ്ട്. നീയുടെ ചെന്ന് ബാധയൊക്കെ ഒന്ന് ഒഴിപ്പീരെ. എന്റെ ഓമനാമ്മേ, നിങ്ങൾ ഇതെന്നൊക്കെയാ പറഞ്ഞു വരുത്തുന്നത്? എന്റെ ജീവൻ നശിപ്പിക്കുവോ? ബാധ ഒഴിച്ചെന്നോ? ആര്? എപ്പോ? ഓ ഇവിടെ വന്നോ? ഈ മഴയത്തിങ്ങോട്ട് വരുമെന്ന് ആര് കണ്ടു? ഓമനാമ്മ എന്നെ ഈ പെരുവിറുക്കുന്നേ? കാര്യം പറ. ഞാൻ പറഞ്ഞ ഇപ്പൊ കുറ്റം. നിന്റെ അമ്മ ഇന്നലെ ഇവിടെ ഒന്ന് പറഞ്ഞതാ. ആകാശത്തുനിന്ന് ശക്തി ഇറങ്ങി വന്നെന്നോ നിന്റെ വാത പോയെന്നോ നീ തലയിറങ്ങി വീണെന്നൊക്കെ നിന്റെ അമ്മ ഒന്ന് പറഞ്ഞതാ. ഓ ഈ അമ്മയുടെ കാര്യം മനുഷ്യനെ നാറ്റിക്കാൻ ഇറങ്ങിയേക്കുവാ. എടി അപ്പൊ സത്യമായിട്ട് ആകാശത്തുനിന്ന് ശക്തി ഇറങ്ങി വന്നിട്ട് നീ തലയിറങ്ങി വീണോ? മിണ്ടായിരുന്നു കേട്ടോ. ഇന്നലെയാണ് ക്ലാസ്സും കഴിഞ്ഞ് വിശന്ന് ഒരു പരുവായിട്ട് വീട്ടിൽ വന്നു. അപ്പാണ്ട് അമ്മ പറഞ്ഞു, എടി വാ പള്ളിയിൽ ധ്യാനം ഉണ്ട്, വരാൻ പറഞ്ഞു. പച്ച വെള്ളം പോലും കുടിക്കാതെ ഞാൻ ആ ധ്യാനത്തിന് പോയത്. അവിടെ അവരുടെ പാട്ടും കയ്യടിയൊക്കെ ഇടും. ഞാനത് തലയിറങ്ങി വീണു പോയെന്നേ. അയ്യോ, എന്നിട്ട് നീ വീഴുന്ന ആരും കണ്ടില്ലേടി? കണ്ടില്ലെന്നോ? കാണാത്തൊരു മനുഷ്യരില്ല. ഞാൻ കണ്ണു തുറന്നപ്പാണ്ട് സ്റ്റേജിൽ ഇരിക്കുക, ചുറ്റിലും ആൾക്കാരിന്ന് കൈ കൊട്ടുക. ദേ കൊച്ചിന്റെ പിശാച് ഇറങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞു. അയ്യോ, എന്നിട്ട് നിന്റെ അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ആ പിന്നെ ഞാൻ നോക്കിയപ്പോഴല്ലോ എന്റെ തള്ള ആ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്ന് ദൈവമേ സ്തുതി എന്നൊരു പാടിക്കൊണ്ടിരിക്കുക.